ഗായ്സ്, സോ വെൽക്കം ടു ദ വീഡിയോ. അപ്പം ഇതൊരു റാൻഡം വീഡിയോ ആണ്. അപ്പം നമ്മൾ റാൻഡംലി പ്ലാൻ ചെയ്ത ട്രിപ്പാണ് ടു ഗോ ടു ഷിർഡി നാസിക്. അപ്പം ലെറ്റ് സി. അപ്പം എനിക്ക് നല്ല നോയ്സ് വരണ്ടാവും. മഴയാണ്, അടിപൊളി മഴ പെയ്യാണ്. അപ്പം ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് അറിയില്ല. അവിടെ ഭയങ്കര വെള്ളം കെട്ടിയിരിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. സോ ഐ ഡോണ്ട് നോ, but we will manage to go to Shirdi and Nasik, and let's see. നമുക്ക് നോക്കാം ഇങ്ങനെ ഉണ്ടാവും. ഇവിടുന്ന് ഒരു 3.5-4 മണിക്കൂറുണ്ട് ഷിർഡിക്ക്. പക്ഷേ മഴ വേണ്ട കാരണം ഓബ്വിയസ്ലി ലേറ്റ് ആവും. ബട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ അപ്ഡേറ്റ്സ് തന്നുകൊണ്ടിരിക്കും. ഞാൻ ചിന്തായിട്ട് അമ്മ പപ്പ ഞങ്ങൾ 4 പേരാണ് കൂടി പോകുന്നത്. സോ ഐ ഹോപ്പ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ബട്ട് മോൺസൂൺ ആയി കാണും ഭയങ്കര ഗ്രീനറി ആയിരിക്കും. സോ നമുക്ക് ഹരിതാപം കണ്ടിട്ട് പോവാം. ഗൈസ്, റെഡിയാണോ? ചിന്താട്ട റെഡിയാണോ? അമ്മ ഓൾവേസ് റെഡിയാ. അപ്പം നമ്മൾ സെൽവാസേന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് നാസിക്ക പോവാം. അതിനിടയ്ക്ക് ഇനി എന്തെങ്കിലും സീനറി ഉണ്ടെങ്കിൽ വാട്ടർഫോൾ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല മഴയുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അമ്മ റെഡിയാണോ? എന്തിനായിരുന്നു പറയാട്ടോ? ഭയങ്കര മഴ, അതുകൊണ്ട് രസമുണ്ട് പോവാൻ യാത്ര. ഞങ്ങള് ഇന്നലെ എന്താ ചെയ്തോണ്ടിരുന്നറിയമ്മ, രാത്രി 2-2:30 ന്യൂമറോളജി നോക്കിക്കൊടുത്ത് പേരൊക്കെ വെച്ച് ഗൈസ് ചെക്ക് ഇറ്റ് ഔട്ട്. അത് ആക്ച്വലി എനിക്കനുസരിച്ച് അത് പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ്. നിങ്ങൾ നോക്കിയിട്ടും കൂടി നോക്കാം. ഹായ് ഗൈസ്, അപ്പം ഞങ്ങൾ വണ്ടി കയറി ഇല്ലേ? വണ്ടി കയറി സെൽവാസിൽ നമ്മൾ ഇറങ്ങി. നമ്മള് നാസിക്കിലാണ് പോയിക്കൊണ്ടിരിക്കണം. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1.5. ഇതാണ് ഞങ്ങളുടെ സിൽവാസ. പിന്നെയും മഴ തുടങ്ങി ഗൈസ്. ഇതിപ്പം കൂടോ കുറയോ എന്താ ആവാനറിയില്ല. അഡ്വഞ്ചേഴ്സ് ട്രിപ്പ് ആവാൻ പോവാണ്. നോക്കാം. ടൈറ്റാനിക്കിൽ മുങ്ങിയ അവസ്ഥയാണ് ഞങ്ങളുടെ. റോഡിലൊക്കെ വെള്ളം ഇങ്ങനെ ആയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പേടിയുണ്ട്, പക്ഷെ എക്സൈറ്റ്മെന്റ് ഫുൾ ഓൺ ആണ്. ഗൈസ്, ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ഒരു സ്ഥലത്ത് ഹോൾട്ട് ചെയ്തു. അപ്പം ഞങ്ങൾ കണ്ട വിചിത്രമായ സാധനമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഉപ്മാവൊക്കെ ഇതിലാട്ടോ. പക്ഷെ ഇത് ഭയങ്കര യൂണിക് ആയിട്ടുണ്ട്. ആക്ച്വലി നല്ല രസമുണ്ട് കാണാൻ. അപ്പം ചായ കുടിച്ചിട്ട് കാണും. അപ്പം ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ഗൈസ്. ഹായ് പപ്പ. എന്നേ പറയാണ്ട് പപ്പ, ഇവിടുത്തെ മഴ കാലാവസ്ഥ എന്തേ? ടോട്ടലി രാവിലെ തൊട്ട് ഭയങ്കര ഹെവി റെയിനാണ്. പക്ഷെ ഇവിടെ ഇത് കുഴപ്പമില്ല, കുറച്ചൊന്ന് പറഞ്ഞിട്ടുണ്ട്. വെരി ബിസി. മെനു പഠിച്ച് ഇത് മസാല ചായക്കൊരു മെൻഷൻ ചെയ്യാൻ വേണ്ടിയാണ്. എനിക്ക് മോൺസൂൺ മസാല ചായ ബജി ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ബജി മിസ്സിങ് ആണ്. നിങ്ങൾക്ക് എന്താ ഇഷ്ടം? മസാല ചായ ആണോ അതോ കാപ്പിയോ? ചായ വന്നു ഗൈസ്. ഉണ്ട്. നമ്മൾ ചായ കുടിച്ച കടേൻ്റെ പുറകിൽ ഇങ്ങനെ ഇവരെ കൃഷിത്തോട്ടമുണ്ട്. സ്വതവേ ഗ്രേപ്സിൻ്റെ സീസൺ നവംബർ ഡിസംബർ ആണ്. പക്ഷെ അത് ഇവരിപ്പോഴേ ചെയ്ത് തുടങ്ങുകയാണ്. ഇതെല്ലാം ഇവിടെ നാസിക്ക് പോകുന്ന ഫുൾ വഴിയിൽ ഇങ്ങനെ ഉള്ളി ഗ്രേപ്സിൻ്റെ തോട്ടം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ നാസിക്ക് എത്തി ഗൈസ്. ഇവിടെ നല്ല മഴ തന്നെയായിരുന്നു. റോഡിൽ മുഴുവൻ വെള്ളമായിരുന്നു. ഇത്തിരി പേടിയുണ്ട്, ബട്ട് എക്സൈറ്റ്മെൻറ്റ് ഫുൾ ഓൺ ആണ് ഗൈസ്. യെസ്.
ഗായ്സ്, അപ്പം ഞങ്ങൾ ഷിർഡി എത്തി. ഞങ്ങളിനി ചെക്ക് ഇൻ ചെയ്യാൻ പോവാണ്. നമ്മൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഇൻഡോർ പാലസ്. ഹായ് ഗായ്സ്, അപ്പം നമ്മൾ റൂമിലെത്തി ചെക്ക് ഇൻ ചെയ്തു. അപ്പം നമുക്ക് റൂം ടൂർ നോക്കിയാലോ? കമാ. ഹായ്. അപ്പം ഒരു ബെഡുണ്ട്, കയറി വന്നാൽ തന്നെ. പിന്നെ ഒരു വലിയൊരു മിററുണ്ട്. എനിക്ക് അതാണ് ഏറ്റവും ഇഷ്ടമായി. അപ്പം ആർക്കും അടി കൂടണ്ട, റെഡി ആവാൻ വേണ്ടി. ഹായ് പപ്പ. ഇവിടെ ഒരു 1 മോർ ബെഡുണ്ട്. പിന്നെ ഇവിടെ കോഫിയൊക്കെ ഉണ്ടാക്കാനൊക്കെ സ്ഥലമുണ്ട്. TV ഉണ്ട്. ഹായ്. പിന്നെ വാഷ്റൂം. പിന്നെ ഇവിടെ സ്റ്റോറേജ് സ്പേസും തന്നിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ്. വാഷ്റൂം. വാഷ്റൂം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ആൻഡ് ഐ എം ഹാപ്പി. സോ അപ്പം ഈ ഒരു ഹോട്ടലിന് 2500 ആയിട്ടുള്ളൂ. പക്ഷേ ആ ഒരു പ്രൈസ് ഇറ്റ് ഈസ് വെരി അഫോർഡബിൾ ആൻഡ് ഇറ്റ് ഈസ് വെരി ഗുഡ്. കാരണം ഞങ്ങൾക്ക് ഡെൻറ്റൽ കിറ്റൊക്കെ തന്നിട്ടുണ്ട്. ഡെൻറ്റൽ കിറ്റ്, പിന്നെ കോഫി, ടീൻ്റെ സംഭവം, പിന്നെ വാഷും ആയത് തന്നെ നീറ്റ് ആൻഡ് ക്ലീനുമാണ്. പിന്നെ ഹാൻഡ് വാഷും ഫേസ് വാഷ് എല്ലാം ഉണ്ട്. സോ പിന്നെ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ ഇറ്റ് ഈസ് വെരി ഗുഡ്. ഐ എം ഹാപ്പി വിത്ത് ദി ചോയ്സ്. താങ്ക് യു ചിന്താട്ട ഫോർ ദിസ് റെക്കമെൻഡേഷൻ. അപ്പം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി കുറച്ച് ഫ്രഷ്നപ്പായി, കോഫിയൊക്കെ കുടിച്ച് സെറ്റായി. ഞങ്ങൾ സ്വതവേ ത്രയംബകം പോയിട്ടാണ് ഷിർഡിക്ക് വരാറ്. അതുകൊണ്ട് എപ്പോഴും ഷിർഡി വരുമ്പോൾ രാത്രി 1-2 മണിയാവും. പക്ഷേ ഇന്ന് നേരത്തെ വന്നതാണ്. ഞങ്ങൾ വിചാരിച്ചു ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാം. അമ്പലത്തിൽ പുറത്ത് കുറേ കടകളൊക്കെ ഉണ്ട്. അത് നോക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് തിരിച്ച് ഹോട്ടലിൽ പോയിട്ട് നാളെ രാവിലെയാണ് നമ്മൾ ദർശനത്തിന് പോവുക. എപ്പോഴും വെക്കേഷൻ ഉണ്ടെങ്കിൽ ഷിർഡി വരൂലേ? എല്ലാ വെക്കേഷനിലും വരും. അതൊരു ട്രഡീഷൻ പോലെയാണ്. ഇവിടെ വരുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു പീസ് കിട്ടും. അപ്പം നമ്മൾ ഭയങ്കര എക്സൈറ്റഡ്. അപ്പം നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എല്ലായിടത്തായിട്ട് കുറേ ഹോട്ടൽസ് ഉണ്ട്, കുറേ സ്ഥലമുണ്ട്. ഞങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് ചെയ്യുകയാണെങ്കിൽ അറിയില്ല കിട്ടുമെന്ന്. ഓഫ് സീസൺ ആണെങ്കിൽ കിട്ടും, സീസൺ ആണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ബുക്ക് ചെയ്ത് വരികയായിരിക്കും നല്ലത്. ഞങ്ങൾ ഹോട്ടലിന് അമ്പലത്തിലേക്ക് പോണ വഴിയാണിത്. അമ്പലത്തിൻ്റെ അടുത്താണ് ഇങ്ങനെ എല്ലാം ഷോപ്പിങ്ങിന് വേണ്ടി പറ്റിയ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ. അപ്പോൾ ഞങ്ങളിങ്ങനെ അമ്മയോടൊക്കെ ഡിസ്കസ് ചെയ്യാണ് എന്താ വേണ്ടേ, കമ്മൽ വാങ്ങിക്കണം, ചെരുപ്പ് വാങ്ങിക്കണം, ഫോട്ടോ എടുക്കേണ്ടതാണ്. കാരണം കമ്മലും ജുംകാസും നെക്ലേസും ഒക്കെ അവിടെ അത്ര ജാസ്തി ഇല്ലാണ്ട് കിട്ടും എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം എന്താ പോയി നോക്കാം. ഇവിടെ ഫുൾ കുഞ്ഞു ഷോപ്പിംഗ് സെൻറ്റേഴ്സാണ്. നമുക്ക് കമ്മലും ബാക്കിയെല്ലാം വാങ്ങിക്കും. ഹായ്. ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പോണ വഴിക്കാണ് ഞങ്ങൾ സായിബാബയുടെ സ്റ്റാച്ചു കണ്ട്. എന്ത് രസമല്ല കാണാൻ. ഈ ലോട്ടസിൻ്റെ മുകളിൽ സായിബാബ നിൽക്കാൻ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം നമ്മൾ ഹോട്ടൽ അഭിഷേകിലാണ് ഡിന്നർ കഴിക്കാൻ വന്നത്. ഇത് ഹോട്ടൽ അഭിഷേകാണ്. ഹോട്ടൽ നല്ലതാണ്, നല്ല ആംബിയൻസ് ഉണ്ട്, നല്ല വൈബുണ്ട്, നല്ല കൂളാണ്. അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാൻ നമുക്ക് നോക്കാം. ഗൈസ്, അപ്പം ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ ബില്ല് വരാൻ പോവാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഗെസ് അടിക്കാൻ ഇത്രയാവണം. എൻ്റെ ഗെസ്സാണ് ബിറ്റ്വീൻ 2500 to 3000. അമ്മേൻ്റെ 1800. ചിന്താട്ടണ്ട 1500 to 2000. പപ്പയുടെ ഗെസ് എത്രയാണ്? ഗെസ് എത്രയാണ്? ബില്ല് എത്രയാണ്? എന്താ ഗെസ്? എത്ര? 2500. നമുക്ക് വെയിറ്റ് ചെയ്യാൻ ആരോ ജയിക്കാം. റിസൾട്ട് വന്നു ഗൈസ്. ചിന്താട്ടണ വേണ്ട.
ഹായ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ച് വന്നു. ഡിന്നറിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞങ്ങൾ അത്ര വിശന്നാണ് പോയത്. പക്ഷെ ഞങ്ങൾ സിമ്പിളായിട്ട് കഴിച്ചുള്ളൂ. നമ്മൾ സൂപ്പും ജീര റൈസും ദാൽ ഫ്രൈ മാത്രം കഴിച്ചുള്ളൂ, കാരണം നാലും കൂടി ട്രാവൽ ചെയ്യണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് സിമ്പിളായിട്ട് കഴിച്ചുള്ളൂ. പക്ഷേ ഞങ്ങൾ കഴിച്ച ഹോട്ടലിൻ്റെ പേര് അഭിഷേകാണ്. ആൻഡ് നല്ല ഹോട്ടലാണ്, നല്ല ആംബിയൻസ് ഉണ്ട്, അടിപൊളി ഹോട്ടൽ, നല്ല സർവീസും ആണ്, നല്ല ഫുഡും നല്ല ടേസ്റ്റി ആയിരുന്നു. റീസണബിൾ ആയിരുന്നു, പ്രൈസൊക്കെ റീസണബിൾ ആയിരുന്നു, കുഴപ്പമുണ്ടായില്ല. അമ്പലത്തിലേക്ക് വന്നതാണ് നെയിൽ പെയിൻ്റ് ഒക്കെ ഇടാൻ വേണ്ടി. ഹായ്, ഹലോ. ഇങ്ങനെ ഉണ്ടായിരുന്നു ദിവസം? ഗുഡ്. പക്ഷെ നമ്മൾ നല്ലൊരു എക്സ്പെക്ട് ചെയ്ത മഴ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ടച്ച് വുഡ് ഒന്നും ഉണ്ടായില്ല. നാളെയും കൂടി കുഴപ്പമില്ലാണ്ട് പോയാൽ മതി. ഇഷ് ഫുഡ് ഇഷ്ടമായോ? എന്താണ് പനീർ പൊറോട്ട കഴിച്ചത്? നല്ല ഹോട്ടലാണ് കേട്ടോ, യു ഷുഡ് ട്രൈ ഇവരുണ്ടേക്ക്. ഓക്കെ, അപ്പം നമുക്കിനി അടുത്ത വീഡിയോ കാണാം. ഞങ്ങളിപ്പോൾ എത്തിയപ്പോൾ തന്നെ 7:30 ആയി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിൻ്റെ പുറത്ത് മാത്രം നോക്കി. അവിടെ കുഞ്ഞു കുഞ്ഞു കടകൾ കുറേ ഉണ്ട്. പിന്നെ കുറേ കുതിരേനൊക്കെ കണ്ടു. എല്ലാം കമ്മലും മാലയും കുർത്തീസും പിന്നെ കുറേ ഫുഡിൻ്റെ സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ ഒന്ന് കണ്ട് എക്സ്പ്ലോർ ചെയ്ത് ഡിന്നറൊക്കെ കഴിച്ചു. ഇപ്പോൾ ഒരു 10-10:30 ആവാറായി. അപ്പോൾ നമ്മളിപ്പോൾ ഉറങ്ങിയിട്ട് നാളെ രാവിലെ 6 മണിയാകുമ്പോൾ ദർശനത്തിന് പോകണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ അടുത്തൊരു സായിബാബേൻ്റെ എന്തോ ഒരു വില്ലേജോ അങ്ങനെ എന്തോ മ്യൂസിയം പോലത്തെ എന്തോ ഉണ്ട്. അപ്പോൾ അതും കൂടി വിസിറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ പോണത് സുല വൈൻയാർഡ്. യെസ്, അപ്പം അത് നമ്മളിങ്ങനെ പോയി എക്സ്പ്ലോർ ചെയ്യുക, അങ്ങനെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നാളത്തെ വീഡിയോ കാണാം. സോ അൺടിൽ ദാൻ ടേക്ക് കെയർ ഗൈസ്, ഗുഡ് നൈറ്റ്.